തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി എന്തൊക്കെ നടപടികളുമായി മുന്നോട്ട് പോകണം, എന്തൊക്കെയാണ് ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ആർഭാടങ്ങളില്ലാതെ തൃശ്ശൂർ പൂരം നടത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇരു ദേവസ്വങ്ങളും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നാളെ പൂര വിളംബരമാണ്. പക്ഷേ ഈ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് അപകടത്തിൻ്റെ ഈ സ്ഥലത്ത് അതൊരു വലിയൊരു വേദനയായി വീഴ്ചയായി നമുക്കുള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിലും തൃശ്ശൂർ പൂരം ഈ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ചരിത്രത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിന്ന് ഒട്ടും മാറ്റി നിർത്താനാകാത്ത, അല്ലെങ്കിൽ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ഒരു പൂരം, അത് ആചാരപരമായിട്ടാണെങ്കിൽ കൂടി കാണാൻ ആവേശത്തോടു കൂടിയിരിക്കുന്ന ജനവിഭാഗമാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ഹരീഷാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. പൂരം നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ആവേശത്തിലോ നിറത്തിലോ വർണ്ണവിസ്മയത്തിലോ ഒന്നും കാണാൻ സാധിക്കില്ല. എങ്കിലും ആ നടപടികളൊന്നും, ആ ആചാരക്രമങ്ങളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാകും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങൾ, ആചാരങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു പൂരമായിരിക്കും തൃശ്ശൂരിൽ ഇത്തവണ നടക്കുക. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായതാണ്. ഈ പൂരത്തിനെ സംബന്ധിച്ച് ഏറ്റവും കളർഫുള്ളായ രണ്ട് ഇനങ്ങളാണ്, ഒന്ന് വെടിക്കെട്ടും മറ്റൊന്ന് കുടമാറ്റവും. ഈ രണ്ട് ഇനങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു രണ്ടിനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി ഈ ഒരു കുടമാറ്റം അതിന്റെ ദൈർഘ്യം കുറച്ചിട്ടുണ്ട്. 1 മണിക്കൂറാണ് സാധാരണ കുടമാറ്റത്തിന്റെ ദൈർഘ്യം, അത് 15 മിനിറ്റാക്കി ചുരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ കുടകളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ വർണ്ണാഭമായ ചടങ്ങുകളെല്ലാം തന്നെ മാറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് ഭംഗം വരാത്ത രീതിയിൽ അവ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇത്തവണ തൃശ്ശൂർ പൂരം നടത്തുക എന്ന് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമായതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും മുന്നോട്ട് പോകുന്നത്. നാളെയാണ് പൂര വിളംബരം. സാധാരണ ഈ ഒരു സമയമാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുക. കാരണം പൂരപ്രേമികളടക്കം ഒന്നടങ്കം തൃശ്ശൂർ ഈ ഒരു വടക്കുംനാഥനിലേക്ക് വരികയും ഈ പൂരവുമായി ബന്ധപ്പെട്ട വലിയ ഒരു ആവേശവുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇത്തവണ അത് കുറവായിരിക്കും. കാരണം ഈ ഒരു അപകടം നടന്ന പശ്ചാത്തലത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിലായിരിക്കും പൂരങ്ങൾ നടത്തുക. പക്ഷേ ചടങ്ങുകൾ കൃത്യമായി തന്നെ നടക്കുകയും വേണം. അത്തരത്തിൽ ഉള്ള ഒരു വെല്ലുവിളി ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇരു ദേവസ്വങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ ആ സഹകരണത്തോടു കൂടി അത് കൃത്യമായി തന്നെ നടത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇന്ന് 24-ാം തീയതി വരെ ദുഃഖാചരണമാണ്. ഈ ദിവസം വരെ പറയെടുപ്പടക്കമുള്ള ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക. മറ്റ് ചടങ്ങുകൾ നാളെ മുതലാണ്. അതായത് പൂര വിളംബരമാണ് നാളെ. ഈ തെക്കേ ഗോപുരനട തുറന്ന് ഈ ആനപ്പുറത്ത് ഭഗവതി എഴുന്നള്ളുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ആ ചടങ്ങുകളൊക്കെയാണ് നാളെ നടക്കേണ്ടത്. പക്ഷേ ആ ഒരു ആരവം, ആ ഒരു ആവേശം ഇത്തവണ എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയണം. ആളുകൾ ആ ഒരു പൂരമാണെങ്കിൽ പോലും ഉള്ളിൽ ആ വെടിക്കെട്ട് അപകടത്തിന്റെ ആ ഒരു ദുരനുഭവം കിടക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ആവേശത്തിലേക്ക് എത്തും എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ചടങ്ങുകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം എടുത്തു ചോദിക്കട്ടെ ഇതിനിടയിൽ കൂടി. ഈ പറഞ്ഞതുപോലെ ഈ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ചവർ ഇനി കണ്ടെത്താനുള്ളവരെ എങ്ങനെ കണ്ടെത്തും? ഒപ്പം എത്ര പേരാണ് കൃത്യമായി അവിടെ ഉണ്ടായിരുന്നതോ മരിച്ചതെന്നോ ഒക്കെ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. പരിശോധനയൊക്കെ ഇന്നും തുടരുമല്ലോ അല്ലേ? സ്വപ്ന, ഇന്നും ഈ പ്രദേശത്ത് പരിശോധന തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ നിന്നും ഈ ഒരു ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള പാടത്തു നിന്നുമാണ് ചില ശരീരഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്. അത്രത്തോളം ദൂരത്തേക്ക് ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി തെറിച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തിരച്ചിൽ ഇനിയും തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ ബ്ലാസ്റ്റിനെ തുടർന്ന് ഈ ശരീരഭാഗങ്ങളൊക്കെ തെറിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാനാവില്ല. അതുകൊണ്ട് ആ പ്രദേശം മുഴുവനായിട്ട്, അതായത് ഒരു അളവ് വെച്ചുകൊണ്ട്, ഒരു പരിധി വെച്ചുകൊണ്ട് ആ പ്രദേശം മുഴുവനായിട്ട് ഇനിയും പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം 200 പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് അവിടെ നടന്നത്. സമാനമായ രീതിയിൽ ഇന്നും വലിയ ഒരു സന്നാഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പ്രദേശം മുഴുവൻ പരിശോധിക്കുന്ന ഒരു നടപടിയായിരിക്കും ഉണ്ടാവുക. ഇനിയും ഇത്തരത്തിലുള്ള റിമൈൻഡ്സ് ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് എത്രയും പെട്ടെന്ന് DNA പരിശോധനയ്ക്ക് അയക്കുക എന്നതടക്കമുള്ള ആദ്യം ചെയ്യേണ്ടത്. ഈ
വിട്ടുപോയവർ ആരൊക്കെയെന്ന് അവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായ വിവരം ലഭ്യമാകേണ്ടതുണ്ട്. DNA പരിശോധന അടക്കം മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ 24-ാം തീയതി വരെയാണ് ദുഃഖാചരണം. അത് സംബന്ധിച്ച് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെ, ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ തീരുമാനമാകും. ചർച്ചകളെല്ലാം നടക്കും. പൂര വിളംബരം നാളെയാണ്. ഹരീഷാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപുലമായ ഒരു തിരച്ചിൽ തന്നെയാണ് എന്തായാലും ഇന്നും നടക്കുക എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി